അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇസ്ലാമികപരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്, എനിക്ക് ചെയ്തിട്ട് ഫലം കിട്ടിയ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. നമ്മുടെ ഈ ചാനലിൽ PSC, കേട്ടറ്റ്, മോട്ടിവേഷൻ വീഡിയോ, ഇസ്ലാമിക് കണ്ടൻറ്റുകൾ തുടങ്ങിയവയാണ് ഞാൻ ഈ ചാനലിൽ തുടങ്ങാൻ കരുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ പഠനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോർത്തിണക്കിയതാണ് നമ്മുടെ ഈ ചാനൽ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലുള്ളതുപോലെ തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളൊക്കെ ഉണ്ട്. അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞാനും ഒരുപാട് മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് കേട്ടോ ഈ ദിക്റും ദിയ എന്ന് പറയുന്നത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബുക്കാട്ടോ ദിക്റുകളും പ്രാർത്ഥനകളും പറഞ്ഞ ഈ ബുക്ക്. ഈ ബുക്കിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ ബുക്കിൽ ഈ ദിക്റുകളും പ്രാർത്ഥനകളും എന്ന ഈ ചെറു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിത്യജീവിതത്തിൽ ആവശ്യമാകുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രാർത്ഥനകൾ, സ്വലാത്തുകൾ, അവയുടെ മഹത്വങ്ങൾ. അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭത്തിൽ നമ്മുടെ ലൈഫിൽ കടന്നു വരുമ്പോൾ അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും അല്ലേ. ചിലപ്പോൾ ഈ ബുക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മളാരും അതൊന്നും അങ്ങനെ കാര്യമാക്കൂല അല്ലേ. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇടങ്ങേറുകളൊക്കെ നീങ്ങണമെന്ന് നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിത്തരും. തീർച്ചയായിട്ടും അതിനുത്തരമുണ്ട്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും അതിന് നല്ലൊരു ആത്മാർത്ഥത വേണം. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമ്മുടെ ഹലാലായ എന്തൊരാവശ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിറവേറ്റിത്തരും. ഒരു സംശയവും വേണ്ട. ചിലപ്പോൾ നമ്മുടെ ചുറ്റുള്ളവർ പല കുത്തുവാക്കുകളും പല രീതിയിൽ നമ്മളെങ്ങനെയൊക്കെ കുത്തി നോവിപ്പിക്കാൻ പറ്റും അങ്ങനെ നമ്മളെ കുത്തി നോവിപ്പിക്കും. പക്ഷെ നമുക്കൊരു മനസ്സുണ്ട്, നമുക്കറിയാം നമുക്കത് നടക്കുമോ ഇല്ലേ, നമ്മളെ കൊണ്ട് അതിന് കഴിയും. നമ്മളിൽ തന്നെ സാമ്പത്തികമായിട്ടും പല രീതിയിൽ പല പ്രയാസങ്ങൾ, കടങ്ങളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു അത്ഭുതകരമായ മരുന്നാട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ദിവസവും സ്വലാത്തൊക്കെ ചൊല്ലുന്നവരാണല്ലേ. പല രീതിയിൽ പറഞ്ഞാൽ പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായ സ്വലാത്തുകളുണ്ട്. അതിൽ ഒന്ന് പ്രധാനപ്പെട്ടതാണല്ലേ സ്വലാത്തുൽ ഫാത്തിഹ്. എല്ലാവർക്കും ഫാത്തിഹ് സ്വലാത്ത് അറിയില്ലേ? നമുക്കൊന്ന് ഒപ്പം ചെല്ലട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം. അള്ളാഹുവിനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ട സ്വലാത്ത്, മലക്കുകൾ ചൊല്ലുന്ന സ്വലാത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വെള്ളിയാഴ്ച രാവിലോ തിങ്കളാഴ്ച രാവിലോ 1000 തവണ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുവാൻ ഔലിയാക്കൾ ഉപദേശിക്കുന്നു. സർവപ്രയാസങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്ത് ഫാത്തിഹ്. ഈ ലോകത്തെയും ഹാജത്തുകൾ നിറവേറാൻ സഹായകരമാകുന്ന സ്വലാത്ത്. അപ്പോൾ ഇതിലുള്ള പ്രത്യേകം അടിവരയിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലേ, സർവ്വപ്രയാസങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്തുൽ ഫാത്തിഹ്. അതുപോലെ തന്നെ ഇരു ലോകത്തെയും
അതായത് രണ്ട് ലോകത്തെയും ദുനിയാവിലെയും ആഖിറത്തിലെയും ഹാജത്തുകൾ നിറവേറാൻ സഹായകമാകുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ്. ഈ സ്വലാത്തു ഫാത്തിഹിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഒരുപാട് മഹത്വങ്ങളുണ്ട്. അത് ഇത്രയൊന്നുമല്ല, നമ്മളെ ഇപ്പോൾ ഇവിടെ തന്നെ വേറൊരു പുസ്തകം കൂടി ഉണ്ട് കേട്ടോ, ഇതുപോലത്തെ ഒരു കിതാബ്. അപ്പോൾ അതിലൊക്കെ ഈ സ്വലാത്തു ഫാത്തിഹിൻ്റെ വ്യത്യസ്തങ്ങളായ ഗുണങ്ങളാണ് പറയുന്നത്. അതിൽ എണ്ണി ഓരോ, ഇപ്പോൾ നമ്മളെ ഹാജത്തുകൾ നിറവേറാനറിയില്ലേ, നമുക്കൊക്കെ എന്തെല്ലാം ഹാജത്തുകളുണ്ടാവും. 1ഉം 2ഉം ആണോ ഹാജത്ത്? അല്ല, നമുക്ക് ഒരുപാട് ഹാജത്ത് ഉണ്ട് അല്ലേ. അപ്പോൾ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട്, അപ്പോൾ എനിക്കൊരാവശ്യം, എൻ്റെ കടങ്ങൾ വീടിക്കിട്ടാൻ വേണ്ടിയിട്ട്, എൻ്റെ ലോണുകൾ ബാങ്കിൽ ഒരുപാട് ലോണുണ്ട്, അത് കരകയറാൻ. അപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ നിറവേറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വലാത്തു ഫാത്തിഹ് ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ആവശ്യം നിറവേറ്റി തരും. അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയ മക്കളുണ്ട്, അവരുടെ വിവാഹം ശരിയാവാൻ. അങ്ങനെ വ്യത്യസ്തങ്ങളായ വിവിധ തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് നമ്മുടെ ഇടയിൽ ഓരോരുത്തർക്കും അല്ലേ. അപ്പോൾ അതൊക്കെ നിറവേറാൻ വേണ്ടിയിട്ടൊക്കെ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. അതുപോലെ തന്നെ മക്കൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഉദ്ദേശം വെച്ചിട്ട് സ്വലാത്തു ഫാത്തിഹിനെ എണ്ണം കണക്കാക്കിയിട്ട് ചൊല്ലുകയാണെങ്കിൽ ആ ആഗ്രഹം നിറവേറ്റിത്തരും. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം, പക്ഷേ എനിക്കത് വലിയൊരു കാര്യമാണ്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എങ്ങനെ എനിക്കറിയില്ല കേട്ടോ. ഞാൻ സ്കൂളിലേക്ക് ബസ്സിന് യാത്ര പോവുകയായിരുന്നു. പക്ഷേ ഒരു ചെറിയ കാരണം അന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമായതുകൊണ്ട് തന്നെ ഞാനന്ന് ബസ്സിന് പോകുമ്പോൾ ഞാൻ പോകുന്ന ഒരു ബസ് ലേറ്റായിട്ടാണ് പോകുന്നത്. പക്ഷേ ഞാൻ ആ ബസ്സിന് കയറിയിട്ടില്ലെങ്കിൽ ഞാൻ അന്ന് വിചാരിച്ച എല്ലാ കാര്യങ്ങളും അന്ന് അവിടെ ഫ്ലോപ്പായി പോകും. പക്ഷെ എനിക്ക് ആ ബസ് കിട്ടിയിരുന്നെങ്കിൽ ആ ബസ് എങ്ങനെയെങ്കിലും ആ കറക്റ്റ് ടൈമിന് എത്തുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ബസ്സിലിരുന്നു കൊണ്ട് ഞാൻ കയറിയ ബസ്സിന് പുറമെ മറ്റേ ബസ്, കാരണം ഈ ബസ് നിർത്തിയിട്ട് ഉടനെ തന്നെ മറ്റേ ബസ് കയറിക്കണ്ട് അങ്ങനെ ഇട്ടോ ഞാൻ പോകൽ. പക്ഷെ അത് നേരം വൈകി പറഞ്ഞപ്പോൾ ഇവിടുന്ന് കയറിയ ബസ് തന്നെ 2ാമത്തെ ബസ്സാണ് കയറിയിരിക്കുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ആ 2ാമത്തെ ബസ് കിട്ടാതെ ആദ്യം കയറുന്ന ബസ് തന്നെ കിട്ടണമെന്നായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ബസ്സിലിരുന്ന് കണ്ട് ഞാൻ സ്വലാത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായിട്ട് ചൊല്ലി, റബ്ബേ ആ ബസ്സാർക്ക് നേരം വൈകിയാൽ നമുക്ക് ആ ബസ്സിൽ കയറാമല്ലോ, ഇന്ന് എനിക്ക് ആ ബസ് കിട്ടണേ വിചാരിച്ചിട്ട് സ്വലാത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായിട്ട് ഞാൻ ആ സ്ഥലത്തെത്തോളം ഞാൻ ചൊല്ലി. അൽഹംദുലില്ലാ, അത്ഭുതം എന്ന് പറയാം. ആ ബസ്സും ഈ ബസ്സും, ആ ബസ് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് ഈ റോട്ടുമൊക്കെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളെ ബസ്സും അവിടേക്ക് എങ്ങനെയോ ഒരു അത്ഭുതകരമായി എന്ന് പറയാം. കാരണം എങ്ങനെ അറിയില്ല, അന്ന് എൻ്റെ ആഗ്രഹം സാധിച്ചു വരാൻ അവിടെ എത്തി. അപ്പോൾ ഞാൻ ആ ഡ്രൈവറോട് പറഞ്ഞു, ഞാൻ ഈ ബസ്സിലാണ് പോകൽ, ഇന്നെ ഇവിടെ ഇറക്കി തരും, ആ ബസ്സാരോടൊന്ന് പറയുമോ ചോദിച്ചു. അപ്പോൾ ഓരും തന്നെ അവിടെ ഓണടിച്ചുകാണ്ട് ആ ബസ്സാരെ നിർത്തി ഞാൻ ആ ബസ്സിൽ കയറി. അൽഹംദുലില്ലാ. അങ്ങനെ പെട്ടെന്നുണ്ടായ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിറവേറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇരു ലോകത്തെയും എല്ലാ ആഗ്രഹങ്ങൾ നിറവേറാനും ഈ സ്വലാത്തുൽ ഫാത്തിഹ മതി. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഓരോ പുസ്തകങ്ങളുണ്ട്, അദ്കാറുകളുടെ ദിക്റുകളുടെയും ഒക്കെ പുസ്തകങ്ങളുണ്ട്. ഓരോന്നിൻ്റെയും ഫലങ്ങളൊക്കെ അറിയാം. പക്ഷെ നമ്മളതൊന്നും ചെയ്യൂല. നമ്മളെന്താ ചെയ്യുക, ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെ ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് ഫലം കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.
ഞാൻ പറഞ്ഞല്ലോ ഓരോ മോട്ടിവേഷൻ വീഡിയോസ്, അതുപോലെ തന്നെ PSC കേട്ടിട്ട് അങ്ങനെ ഒരുപാട് പേര് കേട്ടിട്ടൊക്കെ കേട്ടിട്ടിൻ്റെ റിസൾട്ട് വരാനിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഈ വർഷത്തെ കേട്ടിട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ എല്ലാതും കോർത്തിണക്കിയ ഒരു ചാനലാണ് പഠന ലോകം എന്നുള്ള നമ്മുടെ ചാനൽ. ഞാൻ ഇതുപോലുള്ളതല്ലാതെ എനിക്ക് വേറൊരു അറിവും കാര്യങ്ങളൊന്നും ഒറ്റയ്ക്ക് കിട്ടില്ല കേട്ടോ. ഞാനതിൻ്റെ തെളിവ് സഹിതം ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് അറിയാത്ത, കാരണം ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് പറയാൻ സാധിക്കാത്തവരുണ്ട്. അവർക്ക് ഇംഗ്ലീഷ് ക്ലാസ്സും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ പഠനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോർത്തിണക്കിയതാണ് നമ്മുടെ ചാനൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നാളെ വ്യാഴാഴ്ചയാണ്, വ്യാഴാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസമൊക്കെയാണ്. അപ്പോൾ വ്യാഴാഴ്ച രാവിലെ വെള്ളിയാഴ്ച ദിവസവും ഇത് ചെയ്താൽ ഫലം ഉറപ്പാണ്. നമ്മുടെ നീറുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അടങ്ങേറുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കി നമ്മുടെ കടങ്ങളൊക്കെ നമ്മളൊക്കെ കടങ്ങളെ കൊണ്ടൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്നവരല്ലേ, ലോൺ ഇതൊക്കെ എടുത്തിട്ട് അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരുടെയും എല്ലാ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ ഇൻഷാ അല്ലാഹ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.